ബിജു പ്രഭാകർ ഒഴിഞ്ഞതിന് പിന്നാലെ അദ്ദേഹം കെഎസ്ആർടിസിയിൽ കൊണ്ടുവന്ന കെഎസുകാർക്ക് കഷ്ടകാലം. സ്വതന്ത്ര ചുമതലയുള്ള ജനറൽ മാനേജർമാരായി നിയമിക്കുമെന്ന പ്രഖ്യാപനം നടപ്പിലാക്കിയില്ല. കെഎസുകാരെ കെഎസ്ആർടിസിയിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാർക്ക് കീഴിലാക്കി നിയമന ഉത്തരവിറക്കി. ഇതോടെ കടുത്ത അതൃപ്തിയിലാണ് കെഎസ്ആർടിസിയിലെ കെഎസ് ഉദ്യോഗസ്ഥർ. ബിജു പ്രഭാകറിന്റെ ഒറ്റയാൾ പോരാട്ടമായിരുന്നു കെഎസ്ആർടിസിയിലേക്ക് കെഎസുകാരെ എത്തിച്ചത്. സുശീൽ ഖന്ന റിപ്പോർട്ട് പ്രകാരം മാനേജ്മെന്റിനെ ശക്തിപ്പെടുത്താൻ പ്രൊഫഷണലുകളെ നിയമിക്കണമെന്ന ശുപാർശയുണ്ടായിരുന്നു. വൈകിയാണെങ്കിലും 4 കെഎസുകാരെ സർക്കാർ അനുവദിച്ച് നൽകി. ഇവർക്ക് സ്വതന്ത്ര ചുമതല നൽകി വിവിധ സോണുകളിൽ നിയമിക്കുമെന്നായിരുന്നു ആദ്യ ഉത്തരവ്. എക്സിക്യൂട്ടീവ് ഡയറക്ടർ പോസ്റ്റ് നിർത്തലാക്കിയാണ് ജനറൽ മാനേജർ തസ്തിക സൃഷ്ടിച്ചത്. എന്നാൽ പരിശീലനം പൂർത്തിയാക്കി നിയമന ഉത്തരവ് വന്നപ്പോൾ കാര്യങ്ങൾ തകിടം മറിഞ്ഞു. കെഎസുകാർക്ക് ജനറൽ മാനേജർ പോസ്റ്റ് കിട്ടിയെങ്കിലും സ്വതന്ത്ര ചുമതലയില്ല. കെഎസുകാരെ നിലവിലുള്ള എക്സിക്യൂട്ടീവ് ഡയറക്ടർമാർക്ക് കീഴിലാക്കി. ഇതാണ് കടുത്ത അതൃപ്തിയിലേക്ക് കെഎസുകാരെ എത്തിച്ചത്. കെഎസ്ആർടിസിയെ വിഭജിക്കുന്ന തീരുമാനം വേണ്ടെന്ന് ഗതാഗത മന്ത്രി അറിയിച്ചതിനാലാണ് കെഎസുകാർക്ക് സ്വതന്ത്ര പദവി നൽകാത്തതെന്നാണ് മാനേജ്മെന്റ് പ്രതിനിധികൾ നൽകുന്ന വിശദീകരണം. കെഎസ്ആർടിസി മാനേജ്മെന്റ് ശക്തമല്ലെന്ന വിലയിരുത്തലിലാണ് കെഎസുകാരെ കൊണ്ടുവന്നത്. എന്നാൽ ഇപ്പോൾ നടക്കുന്നത് പഴയ ആളുകളും പുതിയ ആളുകളും തമ്മിലുള്ള അധികാര വടംവലിയാണ്. തിരുവനന്തപുരത്ത് നിന്ന് RB സനു, മീഡിയ 1.